എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 ഹയർ സെക്കൻഡറി പരീക്ഷാഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ മെയ് 14-ാം തീയതി വരെ സ്കൂൾ പ്രിൻസിപ്പാളിന് നൽകാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലാണ് ഈ ഒരു റീവാലുവേഷനും അതുപോലെ സ്ക്രൂട്ടിനി അതുപോലെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ നൽകേണ്ടത്. ആദ്യം തന്നെ എന്താണ് റീവാലുവേഷൻ എന്നുള്ളത് നോക്കാം. റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ വീണ്ടും ഒരു ടീച്ചർ വാലുവേഷൻ ചെയ്യും. അപ്പോൾ ആ ഒരു വാലുവേഷനിൽ നിങ്ങൾക്ക് മാർക്ക് കൂടുകയാണെങ്കിൽ, അതായത് 10% മാർക്ക് കൂടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന റീവാലുവേഷനായിട്ട് നൽകുന്ന പൈസ തിരിച്ച് കിട്ടും. റീവാലുവേഷൻ 500 രൂപയാണ് ഫീസ് വരിക. അപ്പോൾ നിങ്ങൾക്ക് 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ റീവാലുവേഷന് നൽകുന്ന സബ്ജക്റ്റ് 60 ആണെങ്കിൽ അതിൻ്റെ 10% കൊണ്ട് ഉദ്ദേശിക്കുന്നത് 6 മാർക്കാണ്. അതായത് റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു 30 മാർക്കാണെങ്കിൽ റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് 36 അല്ലെങ്കിൽ അതിൽ കൂടുതലോ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയ ആ ഒരു പൈസ തിരിച്ച് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ റീവാലുവേഷന് മുമ്പ് നിങ്ങൾക്കൊരു 20 മാർക്കാണെന്ന് കരുതുക. നിങ്ങൾക്കൊരു 50 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷന് ശേഷം നിങ്ങൾക്കൊരു 40 മാർക്ക് കിട്ടിയെന്ന് കരുതുക. അതായത് ഈ ഒരു 10%, 80ൻ്റെ 10% എന്ന് പറഞ്ഞാൽ 8 മാർക്കാണ്. അപ്പോൾ ഈ ഒരു 8 മാർക്കിൽ കൂടുതൽ, 8 മാർക്കോ അതിൽ കൂടുതലോ കിട്ടി. 60-ലാണെങ്കിൽ 6 മാർക്കോ അതിൽ കൂടുതലോ, 80-ലാണെങ്കിൽ 8 മാർക്കോ അതിൽ കൂടുതലോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ ആ ഒരു പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് കുറച്ച് മാർക്ക്, അതായത് 8 മാർക്ക് തന്നെ കൂടണമെന്നില്ല. നിങ്ങൾക്കൊരു 5 മാർക്കൊക്കെ കൂടുമെന്ന് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ 1 മാർക്ക് 2 മാർക്കിനൊക്കെ നിങ്ങൾ ഫെയിൽഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ 1 മാർക്കോ 2 മാർക്കൊക്കെ കൂടുമെന്ന് നിങ്ങൾക്ക് ഒരു പ്രതീക്ഷയുണ്ട് എങ്കിൽ, അതായത് നിങ്ങൾക്ക് മാർക്ക് റീവാലുവേഷന് കൊടുത്താൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷന് നിർബന്ധമായിട്ടും അപേക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അഥവാ നിങ്ങൾക്ക് കൂടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അതായത് മാർക്ക് കൂടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു റീവാലുവേഷനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ അപേക്ഷ നിങ്ങളുടെ സ്കൂളിലാണ് നൽകേണ്ടത്. ഏത് സ്കൂളിലാണോ നിങ്ങൾ +2 പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്തത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ ഈ ഒരു അപേക്ഷാ ഫോം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് ഈ ഒരു റീവാലുവേഷൻ്റെ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റീവാലുവേഷൻ ഫോം എങ്ങനെ പൂരിപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു ഫോമുകളൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷനിൽ 10% കൂടുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ 500 രൂപ തിരിച്ചു തരുന്നതായിരിക്കും. അതുപോലെ സ്ക്രൂട്ടിനി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും മാർക്ക് കൂട്ടിയത് തെറ്റിപ്പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്വസ്റ്റ്യന് ആൻസർ ചെക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് 100 രൂപയാണ് ഫീസ് വരിക. അതുപോലെ ഫോട്ടോ കോപ്പിക്കാണെങ്കിൽ 300 രൂപ. ഫോട്ടോ കോപ്പി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾക്ക് അയച്ചു തരും. അതാണ് ആ ഒരു ഫോട്ടോ കോപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷൻ അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റീവാലുവേഷന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമാണ് റീവാലുവേഷന് അപേക്ഷിക്കണോ എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു റീവാലുവേഷൻ ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കും. അതുപോലെ ഫോട്ടോ കോപ്പിയുടെയും സ്ക്രൂട്ടിനിയുടെയും ആ ഒരു ഫോം നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. വളരെയധികം സിമ്പിളായിട്ട് തന്നെ ഈ ഒരു ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. ഇവിടെ മുകളിലായിട്ട് എക്സാമിനേഷൻ എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് എന്നുള്ളത് തടയുക, അതിനുശേഷം സെക്കൻഡ് ഇയർ സേ എന്ന് എഴുതുക. സേ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. അവിടെ സെക്കൻഡ് ഇയർ എന്നുള്ളിടത്ത് പ്രത്യേകിച്ച് അതായത് സേ എന്നല്ല എഴുതേണ്ടത്. അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു ഡേറ്റാണ് നിങ്ങൾ എഴുതേണ്ടത്. അതായത് മാർച്ച് എന്നുക, സെക്കൻഡ് ഇയർ മാർച്ച് 2024 എന്ന് എഴുതുക. മാർച്ച് ഇവിടെ 20 ഉണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് 24 എന്ന് എഴുതുക. അതായത് മാർച്ച് 2024. അതിനുശേഷം നെയിം ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ബ്ലോക്ക് ലെറ്റർ, നിങ്ങളുടെ പേര് ഇവിടെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അമൽ എന്നാണ് നിങ്ങളുടെ പേര്. അതായത് അമൽ എന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ, അതായത് AMAL എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങളുടെ +2 രജിസ്റ്റർ നമ്പർ എന്താണ് അത് ഇവിടെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, സ്കൂളിൻ്റെ ആ ഒരു സെൻറ്ററിൻ്റെ ആ ഒരു കോഡ് എന്നിവ നിങ്ങൾ എഴുതുക. അതായത് നിങ്ങൾ ഏത് സ്കൂളിലാണോ എക്സാമിനേഷൻ അപ്ലൈ ചെയ്തത് അല്ലെങ്കിൽ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത് ആ ഒരു എക്സാം സെൻറ്ററിൻ്റെ കോഡ് നിങ്ങൾ എഴുതുക. നിങ്ങൾക്കറിയില്ലെങ്കിൽ അത് നിങ്ങൾ സ്കൂളിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളുടെ ഹാൾ ടിക്കറ്റിൽ ആ ഒരു ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതുപോലെ നിങ്ങളുടെ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഏതാണ്, അതായത് നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് സീരിയൽ നമ്പർ 1, പാർട്ട്, നെയിം ഓഫ് പേപ്പർ, അതുപോലെ സ്കോർ എന്നിവ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സീരിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 2, 3 ഇതാണ് സീരിയൽ നമ്പർ എന്ന് പറയുന്നത്. പാർട്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണ് പാർട്ട് 1, അതായത് ഇംഗ്ലീഷാണ് പാർട്ട് 1ൽ വരിക. പാർട്ട് 2 ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് ആണ് വരിക. പാർട്ട് 3 നിങ്ങൾക്ക് ബാക്കി വരുന്ന സബ്ജക്റ്റുകൾ എഴുതാവുന്നതാണ്. അപ്പോൾ പാർട്ട് 1 അതായത് പാർട്ട് എന്നുള്ളിടത്ത് നിങ്ങൾ ഇംഗ്ലീഷ് കൊടുക്കുന്നുണ്ടെങ്കിൽ, അതായത് ഇംഗ്ലീഷ് റീവാലുവേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ പാർട്ട് 1,
ഇംഗ്ലീഷ്, അതുപോലെ ഇംഗ്ലീഷിന് +2 ലഭിച്ച TE മാർക്ക് എത്രയാണോ ആ ഒരു മാർക്ക്. അതുപോലെ തന്നെ ഇവിടെ പാർട്ട് 2 ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാർട്ട് 2 അതിന് ലഭിച്ച ആ ഒരു സ്കോർ TE മാർക്ക് എത്രയാണോ +2 കിട്ടിയത് അത്. അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ പാർട്ട് 3 ആണ്. ഇപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് എഴുതുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഈ ഒരു റീവാലുവേഷൻ അപേക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ മാത്സും പറ്റുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ്, ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രമേ നിങ്ങൾ നോക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ബയോളജിയാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ പാർട്ട് 3 എന്നുള്ളിടത്ത് ബയോളജി അതിന് ലഭിച്ച സ്കോർ ഈ ഒരു രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതുക. അതുപോലെ സയൻസ് ഗ്രൂപ്പിലെ ഈ ഒരു മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഡബിൾ വാലേഷൻ ചെയ്യപ്പെട്ടതായതുകൊണ്ട് തന്നെ അതിന് റീവാലേഷൻ അപേക്ഷിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് റീവാലേഷനായിട്ട് അപേക്ഷിക്കാം. ഇനി നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ്, അതായത് നിങ്ങൾ ഓൺലൈനായിട്ട് ചെക്ക് ചെയ്ത് ആ ഒരു റിസൾട്ട് കോപ്പി ഇതിനോടൊപ്പം നൽകുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതിനുശേഷം സ്ക്രൂട്ടിനിക്ക് സെപ്പറേറ്റ് ആ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതിനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സൂക്ഷ്മ പരിശോധനയ്ക്ക് ഉണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും ടിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സാണ് ചോദിക്കുന്നത്. നിങ്ങളുടെ അഡ്രസ്സ് ക്യാപിറ്റൽ ലെറ്ററിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. അതായത് നിങ്ങളുടെ പേര് അമൽ എന്നാണെങ്കിൽ ഈ ഒരു രീതിയിൽ AMAL എന്ന് കറക്റ്റായിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ നൽകുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ ആ ഒരു അഡ്രസ്സും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. പിൻകോഡ് എഴുതുക, ഫോൺ നമ്പർ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ പ്ലേസും അതുപോലെ തന്നെ ഡേറ്റും കറക്റ്റായിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു റീവാലുവേഷൻ ഫോം ഫില്ല് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ റീവാലുവേഷനായിട്ടുള്ള ഫീസ് എന്ന് പറയുന്നത് 500 രൂപയാണ് ഫീസ് വരിക. ഇനി ഉള്ള ഈ ഒരു ഫോം, അതായത് ഈ ഒരു ഫോം സ്ക്രൂട്ടിനിക്കുള്ള ഫോമാണ്. സ്ക്രൂട്ടിനിക്കുള്ള ഫോം കറക്റ്റായിട്ട് തന്നെ സിമ്പിളായിട്ട് ഇതേ രീതിയിൽ തന്നെയാണ് പൂരിപ്പിക്കേണ്ടത്. ഇവിടെ മാർച്ച് 2024 എന്ന് എഴുതുക. അതിനുശേഷം ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ ഒരു നേരത്തെ പറഞ്ഞ അതേ ഡീറ്റെയിൽസാണ് നൽകേണ്ടത്. അതുപോലെ സ്ക്രൂട്ടിനി ഏതൊക്കെ വിഷയങ്ങളാണ് എഴുതുന്നത് അതേ രീതിയിൽ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ തന്നെ, അതായത് സീരിയൽ നമ്പർ എന്നുള്ളത് 1, 2, 3 എന്നെഴുതുക. പാർട്ട് 1 ഇംഗ്ലീഷും പാർട്ട് 2 സെക്കൻഡ് ലാംഗ്വേജും പാർട്ട് 3 അതായത് ബാക്കിയുള്ള ലാംഗ്വേജുമാണ്. അപ്പോൾ നിങ്ങൾ ഏത് ലാംഗ്വേജാണ്, അതായത് നിങ്ങൾക്കിപ്പോൾ സ്ക്രൂട്ടിനിക്ക് അപേക്ഷ നൽകേണ്ടത് ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പാർട്ട് 1 ആണ്, മലയാളമാണെങ്കിൽ പാർട്ട് 2 ആണ്. അതുപോലെ ബാക്കിയുള്ള ലാംഗ്വേജുകൾ ബാക്കിയുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ പാർട്ട് 3 ആണ് വരിക. ഈ ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ മാത്സ് എന്നിവയ്ക്ക് സ്ക്രൂട്ടിനിക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ബാക്കി എല്ലാം ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ചോദിക്കുന്നുണ്ട് റീവാലുവേഷന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു സൂക്ഷ്മ പരിശോധന അപേക്ഷിക്കുന്നവർ മാത്രമാണ് ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുപോലെ തന്നെ ഇത് ആണ് ഫോട്ടോ കോപ്പിയുടേത്. അപ്പോൾ ഫോട്ടോ കോപ്പിയുടേത് നേരത്തെ ഉള്ളത് സംബന്ധിച്ചുള്ള മാറ്റമുണ്ട്. അപ്പോൾ ഈ ഒരു ഫോമിൽ നിങ്ങൾ മാർച്ച് 2024 എന്ന് എഴുതുക. അതിനുശേഷം ഇവിടെ നിങ്ങളുടെ പേര് ക്യാപിറ്റൽ ലെറ്ററിൽ, രജിസ്റ്റർ നമ്പർ, അതുപോലെ എക്സാം സെൻറ്ററിൻ്റെ പേരും അതുപോലെ തന്നെ ആ ഒരു സെൻറ്റർ നമ്പറും ഇവിടെ എഴുതുക. അത് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കറക്റ്റായിട്ട് അത് ഉണ്ടാവും. അതുപോലെ റവന്യൂ ഡിസ്ട്രിക്ട്, അത് നിങ്ങളുടെ ജില്ല ഏതാണെന്നുള്ളത് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളുടേതാണ് വേണ്ടത് അത് കറക്റ്റായിട്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി വേണ്ട വിഷയങ്ങളുടെ മാത്രം ആ ഒരു ഡീറ്റെയിൽസ് രേഖപ്പെടുത്തുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് അഡ്രസ്സിലേക്കാണ് ഇത് വേണ്ടത് അത് നിങ്ങളുടെ ക്യാപിറ്റൽ ലെറ്ററിൽ അഡ്രസ്സ് ഇവിടെ എഴുതി വെക്കുക. നേരത്തെ ഉള്ള ഫോമിൽ ചോദിച്ച ബാക്കി ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ ചോദിക്കുന്നില്ല. ജസ്റ്റ് നിങ്ങളുടെ അഡ്രസ്സും അതുപോലെ പിൻകോഡ് ഫോൺ നമ്പറുമാണ് ചോദിക്കുന്നത്. അതിനുശേഷം നിങ്ങളുടെ സിഗ്നേച്ചറും അതുപോലെ പ്ലേസും ഡേറ്റും ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ നൽകാം. ഫോട്ടോ കോപ്പിക്ക് 300 രൂപയും അതുപോലെ തന്നെ ഈ ഒരു സ്ക്രൂട്ടിനിക്ക് 100 രൂപയുമാണ് ഫീസ് വരിക. അതുപോലെ തന്നെ റീവാലുവേഷൻ 500 രൂപയുമാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ റീവാലുവേഷൻ അപേക്ഷിച്ച് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ട് എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. റീവാലുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പർ, അതായത് ആൻസർ ഷീറ്റ് വീണ്ടും ഒരു ടീച്ചർ ചെക്ക് ചെയ്യുകയും ആ ഒരു ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് വർദ്ധിക്കുകയാണെങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മാർക്ക് കൂടിയിട്ടില്ലെങ്കിൽ നിലവിൽ നിങ്ങൾക്ക് എത്ര മാർക്കാണുള്ളത് ആ ഒരു മാർക്കായിരിക്കും നിങ്ങളുടെ മാർക്കായിട്ട് കൺസിഡർ ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥി റീവാലുവേഷൻ അപേക്ഷിച്ച സമയത്ത് ആ ഒരു വിദ്യാർത്ഥിക്ക് 30 ആണ് കിട്ടിയത്. റീവാലുവേഷന് ശേഷം നിങ്ങൾക്ക് ഒരു 28 കിട്ടിയതെങ്കിൽ ആ ഒരു 30 ആയിരിക്കും ആ ഒരു വിദ്യാർത്ഥിയുടെ മാർക്കായിട്ട് കണക്കാക്കുക. അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്കോറായിരിക്കും നിങ്ങളുടേതായിട്ട് പരിഗണിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ റീവാലുവേഷൻ അപേക്ഷിക്കുന്നതിനായിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, അതായത് നിങ്ങൾക്ക് അപേക്ഷിച്ചാൽ മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ റീവാലുവേഷനായിട്ട് അപേക്ഷ നൽകാവുന്നതാണ്. 500 രൂപയാണ് ഫീസ്. 10% മാർക്ക് വർദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ നൽകിയ പൈസ തിരികെ കിട്ടുന്നതായിരിക്കും. അതായത് 60 മാർക്ക് വിഷയത്തിൽ 6 മാർക്ക് കൂടുകയും 80 മാർക്ക് വിഷയത്തിൽ 8 മാർക്ക് കൂടുകയും ചെയ്താൽ ആ ഒരു പൈസ തിരികെ റീഫണ്ടായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കൂടുമെന്ന് പ്രതീക്ഷ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീവാലുവേഷനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ഫോമും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഈ ഒരു അപേക്ഷാ ഫീസും സഹിതം നിങ്ങൾക്ക്
ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ, നിങ്ങളുടെ ആ ഒരു എക്സാം സെൻറ്ററിൽ അതായത് എക്സാം അപേക്ഷ നൽകിയ സ്കൂളിലെ പ്രിൻസിപ്പാളിന് ഈ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ സേ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ സേയുടെ ആ ഒരു ആപ്ലിക്കേഷൻ ഫോമും കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് മെയ് 14-നകം തന്നെ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.